നമ്മുടെ പറമ്പിൽ ഇന്നിപ്പോൾ സുലഭമായി കാണുന്ന ഒരു ചെടിയാണ് ഈ ചേമ്പിൻ്റെ ചെടി. ഇതിനെ താളിൻ്റെ ചെടി എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നിപ്പം ഇതിൻ്റെ തണ്ട് ഉപയോഗിച്ച് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഒരു 2 തണ്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ നന്നായി കഴുകിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ തോല് ഇതുപോലെ നമുക്ക് വലിച്ചെടുക്കാം. പിന്നീട് ഈ വലിപ്പത്തിൽ കട്ട് ചെയ്ത് ഇതുപോലെ മുറിച്ചെടുക്കുക. ഉപ്പേരി ഉണ്ടാക്കുന്നതിനായി ഇതിനെ ഒന്നുകൂടി ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുക്കാം. ഇപ്പോൾ 2 തണ്ടും ചെറുതായി മുഴുവനും മുറിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം 1/4 ടീസ്പൂൺ കടുക് അതിലിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാക്കാനായി നമുക്ക് അത് പൊട്ടിക്കഴിയുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി കൂട്ടി പൊടിച്ച ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കളർ മാറി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച ചേമ്പിൻ്റെ തണ്ട് മുഴുവനായി അതിൽ ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇതിൽ ഇപ്പോൾ നമ്മൾ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. താളിൽ തന്നെ ധാരാളം വെള്ളമുണ്ടല്ലോ, അതുകൊണ്ട് അതുമാത്രം മതിയാവും. നല്ലതുപോലെ ഇളക്കി 1 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പോൾ കഷ്ണങ്ങൾ ചൂടായി ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഇളക്കി സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചിയുണ്ട്. ഉപ്പും എരിവൊക്കെ നല്ല പാകത്തിനുണ്ട്. നിങ്ങളുടെ പറമ്പിലൊക്കെ ചേമ്പിൻ തണ്ട് ഉണ്ടെങ്കിൽ ഒന്നും പാഴാക്കി കളയാതെ ഇതുപോലെ രുചിയുള്ള ഫുഡ് ഉണ്ടാക്കി കഴിക്കൂ.